നിങ്ങൾക്ക് ഈ സമയം ഒന്ന് പറയാൻ പറ്റുമോ? നാളെ ഈ നേരത്ത് എന്റെ വിഷയത്തിന്റെ മേൽ എന്റെ കർത്താവ് പ്രവർത്തിക്കും. എത്ര പേർക്ക് പറയാൻ കഴിയും? എത്ര പേർക്ക് ഇത് പറയാൻ കഴിയും? കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഇപ്പോൾ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇവിടെ ഇരുന്ന് ഈ ആലോചന പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇന്ന് ഡിവൈസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് നിങ്ങളുടെ അസാധ്യതകളെ കണ്ട്, നിങ്ങളുടെ വിഷമങ്ങൾ കണ്ട് നിങ്ങൾക്ക് അതൊന്നും ആമയും പറഞ്ഞ് ഏറ്റെടുക്കാൻ പോലും പറ്റുന്നില്ല. സിസ്റ്ററെ, അത് എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ്, ഇല്ലേ? അത് ഏലീശായ്ക്കൊക്കെ പറയാം. കാരണം ഏലീശ ഇരട്ടി പങ്കുള്ളവൻ ആത്മാവിന്റെ. ഞാൻ വെറും ഒരു സാധാ ഒരു ആളാ. എനിക്ക് അത്രയും വലിയ ദൈവകൃപയോ അഭിഷേകമോ ഒന്നുമില്ല. ഞാൻ എങ്ങനെയാ എന്റെ സാഹചര്യത്തെ നോക്കി ഇത് പറയുന്നത്? അതും നാളെ ഈ നേരം. എനിക്ക് വേണ്ട തുക എത്രയാണെന്ന് സിസ്റ്ററിന് അറിയാമോ? എന്റെ ജീവിതത്തിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിന്റെ വലിപ്പ സിസ്റ്ററിന് അറിയാമോ? ദൈവമക്കളെ, അക്സയ്ക്ക് അറിയണ്ട, എന്നാൽ ദൈവത്തിനറിയാം. ദൈവത്തിന് നിങ്ങളെ അറിയാം, നിങ്ങളുടെ വിഷയത്തിന്റെ വലിപ്പവും അറിയാം. ഇത് ഒരു പട്ടണത്തിന്റെ മുഴുവൻ വേദനയായി എലീശ ഏറ്റെടുത്തേക്കുന്നത്. അതും വെറുതെ പ്രവചിക്കുവല്ല, രാജാവ് അയച്ച പടനായകനോടാ ഇത് പറയുന്നത്. രാജാവിന്റെ മെസ്സഞ്ചറിനോട് വിശ്വാസത്തോടെ വാ തുറന്ന് പറയുക. ഇങ്ങനെയാ പറയുന്നത്, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ. എന്തുകൊണ്ട് എലീശയ്ക്ക് അത് പറയാൻ കഴിയും? എലീശ എലിയാവിന്റെ കൂടെ നടന്ന കാലത്ത് ഇതിനും അധികം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എലീശ കണ്ടിട്ടുണ്ട്. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും. അതേ ദൈവത്തെ ഇന്നും എലീശ സെർവ് ചെയ്യുന്നത്. എലീശയ്ക്ക് പറയാൻ കഴിയും, ഏലിയാവ് വിളിച്ച ദൈവത്തെ തന്നെയാണ് ഞാനും വിളിക്കുന്നത്. ഏലിയാവ് കണ്ട അത്ഭുതങ്ങളെക്കാൾ അധികം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ ആ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്റെ ജീവിതത്തിലും നടക്കും. ദൈവമക്കളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയും? ഒരു മിനിറ്റ് ഒന്ന് ഏറ്റെടുക്കാമോ? കർത്താവേ, എലീശ പറഞ്ഞതുപോലെ ഞാൻ എന്റെ ജീവിതത്തെ നോക്കി പറയുക, ഞാൻ എന്റെ തലമുറയെ നോക്കി പറയുക, നാളെ ഈ നേരത്ത് എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും. ദൈവമക്കളെ, ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, സിസ്റ്ററെ, ഒരു 24 മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ നടക്കുമോ? ഞാൻ പറയാം, നടക്കും. എന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, 9 മണിക്ക് നിങ്ങൾക്കൊരു കാര്യം സാധിക്കണം, 8:59 വരെ നിങ്ങളുടെ സമയമാണ്. 8:59 വരെ നിങ്ങളുടെ സമയമാ. 8:59 വരെ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. കാരണം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 8:59 വരെ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കും? ഒരു 24 മണിക്കൂർ കാണാൻ ഒരു ദിവസം കാണും, നമ്മൾ ചിന്തിക്കും, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവരുടെ അടുക്ക പോകണം, ഇല്ലെങ്കിൽ ലോൺ എടുക്കണം, അല്ലെങ്കിൽ ഇന്ന ആളോട് കടം ചോദിക്കാൻ, വീട് വിൽക്കണം. ഇതൊക്കെയാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ 8:59 വരും നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പറയും, കർത്താവേ, പറ്റിപ്പോയി, എനിക്ക് പറ്റുന്നില്ല, ഈ വിഷയത്തിന്മേൽ എന്നാ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് ഇത്രയും വലിയൊരു തുക വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു വിഷയം വേണം, എനിക്ക് അറിയത്തില്ല, നാളെ ഇന്ന സമയത്ത് എനിക്കൊരു വാക്ക് കൊടുക്കണം, എന്തോ ചെയ്യണോന്ന് അറിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് പറയാം, മോളെ, അവസാനത്തെ ആ ഒരു മിനിറ്റ് ഇല്ലേ, 8:59 കഴിഞ്ഞുള്ള അവസാനത്തെ ആ മിനിറ്റ്, ആ ഒരു മിനിറ്റ് മതി. ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലത്തെയും സൃഷ്ടിച്ച കർത്താവ് പറയുക, ആ ഒരു വാക്ക് മതി എനിക്ക് നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ. എന്നാൽ നിനക്കത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? ആ വാക്കിനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചിലത് സൃഷ്ടിക്കപ്പെട്ടതുപോലെ, ഹല്ലേലൂയ, ചിലത് സൃഷ്ടിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചില സൃഷ്ടിപ്പുകൾ ഈ സമയത്ത് നടക്കുകയാ. ഒരിക്കലും ചലിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ, ഒരിക്കലും ആ വ്യക്തിക്ക് ഒരു മാറ്റം വരത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങൾ, ഒരിക്കലും എന്റെ ഭർത്താവോ എന്റെ മകനോ മാനസാന്തരപ്പെടത്തില്ലെന്ന് പറയുന്ന വിഷയത്തിന്റെ മേൽ കർത്താവ് പറയുക, നാളെ ഈ നേരത്ത് എനിക്ക് ചില ഇടപെടലുകൾ ചിലരുടെ വ്യക്തി ജീവിതങ്ങളിൽ ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഏറ്റെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും.